നമോ നമ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് സംസ്കാരം എന്താണ്, എങ്ങനെയാണ് സംസ്കാരങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത് എന്നാണ്. അതിന് ഈ സംസ്കാരത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് നോക്കുകയാണെങ്കിൽ അതിന് വളരെയധികം പ്രാധാന്യമുള്ളൊരു കാര്യമാണ് സംസ്കാരം. അപ്പൊ സംസ്കാരം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നല്ല കാര്യങ്ങൾക്ക് എന്നുള്ള നിലയ്ക്കാണ് സംസ്കാരം ഉണ്ടായിരിക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ സംസ്കാരം എന്ന് പറയുന്നതിന് നന്മയെന്നോ തിന്മയെന്നോ ഒന്നും ഇല്ല. പക്ഷേ നമ്മളുടെ എല്ലാവരുടെയും അനുഭവത്തിൽ അവൻ സംസ്കാര ശൂന്യനാണ് എന്നൊക്കെ പറയുമ്പോൾ അയാൾ കൊള്ളാത്ത ആളാണ്. അത് ശരിയാണോ? അപ്പം അത് ശരിയാണ് താനും. അപ്പോ സംസ്കാരങ്ങൾക്ക് നന്മതിന്മകളൊന്നുമില്ല എങ്കിൽ കൂടിയും സംസ്കാര ശൂന്യത എന്ന് പറയുന്നത് ഒരു കുഴപ്പം പിടിച്ച കാര്യം തന്നെയാണ്. ഇത് രണ്ടും കൂടി എങ്ങനെയാണ് അത് ശരിയാകുക എന്നാണ് പിന്നത്തെ പ്രശ്നം. അത് സംസ്കാരം എന്ന് പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് പറഞ്ഞു. നിങ്ങൾ ഒന്നുകൂടി കേട്ടു നോക്കുന്നതിന് കുഴപ്പമില്ല. കഴിഞ്ഞ ആ എപ്പിസോഡ് ഒന്നുകൂടി കേൾക്കുക. എപ്പോഴാണ് നമ്മൾ സംസ്കാരം ഉരുത്തിരിഞ്ഞു വരുന്നത് ഓരോ മേഖലയിലാണ്. ഓരോ മേഖലകളിൽ ഉണ്ടാകുന്നതിനെ ആണ് നമ്മൾ സംസ്കാരം എന്ന വിധത്തിൽ രൂപീകരിക്കുന്നത്. അതെന്താണ്? മേഖലകൾ തിരിച്ച് സംസ്കാരം രൂപീകരിക്കപ്പെടാനുള്ള കാരണം എന്താണ്? നമ്മളുടെ സംസ്കാരമെല്ലാം ഉണ്ടാകുന്നത് അറിവിൽ നിന്നാണ്. അറിവിൽ നിന്നുണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവ്. അറിവ് എന്ന് പറഞ്ഞാൽ അതിന് 2-3 ക്ലാസ് മുമ്പിലുള്ള എപ്പിസോഡിലാണ് അറിവിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അവിടെ നിരന്തരം കേൾക്കുന്നവർക്ക് ഇതിന്റെ ആ കണക്ഷൻ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കൊന്ന് പുറകോട്ട് പോയി കേൾക്കുന്നത് നന്നായിരിക്കും. അറിവ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു മുറിച്ചെടുത്താണ് അറിവുണ്ടാക്കുന്നത്. നമ്മളുടെ അറിവ് ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന് പറയുന്നതിനെയൊക്കെ പറ്റി പരാമർശിച്ചപ്പോൾ നമ്മൾ ആ അറിവിനെ കുറിച്ച് നല്ലോണം വിശദീകരിച്ചു. എന്താണ് അറിവ് എന്ന് പറയുന്നത്? നമ്മൾ ഒരു ബൗണ്ടറി കൊടുത്ത് നമ്മൾ അത്ര എടുക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ കഴിവുകേടുകൾ കൊണ്ടാണ് നമ്മൾ ഈ വിധത്തിൽ അറിയുന്നത്. ശരിയായിട്ടുള്ള ജ്ഞാനവിജ്ഞാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മത്തെക്കുറിച്ചിട്ടുള്ള ധാരണയ്ക്കാണ് ജ്ഞാനം എന്ന് പറയുക. ബ്രഹ്മം പലതായി കഴിഞ്ഞപ്പോൾ, ബ്രഹ്മം പലതായി അല്ല, ബ്രഹ്മത്തെ പലത് എന്ന് സ്വയം ആരോപിക്കപ്പെടേണ്ട ഒരു അവസരം ഉണ്ടായി. അത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടായതെന്നൊക്കെ നമ്മൾ ഒരു എപ്പിസോഡിൽ വളരെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ബ്രഹ്മം എന്ന ഏകാവസ്ഥയെ എങ്ങനെയാണ് ഏകാവസ്ഥ വരുന്നതെന്നും ആ ഏകാവസ്ഥ 2 വിപരീതമായിട്ടുള്ള അവസ്ഥകളുടെ എന്ന് പറഞ്ഞാൽ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ 2 ഹാഫേ ആകുന്നുള്ളൂ. അത് 2 കൂടി ചേരുമ്പോഴാണ് വാസ്തവത്തിൽ പൂർണ്ണതയുണ്ടാകുന്നതെന്നും ആ പൂർണ്ണത എന്ന് പറയുന്നത് ശൂന്യതയ്ക്ക് തുല്യമായിട്ടുള്ള അനുഭവം തരുന്നതാണെന്നും, അപ്പോൾ ഒരേ സമയം പൂർണ്ണമെന്നും ശൂന്യമെന്നും കണക്കാക്കേണ്ട അവസ്ഥയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അത് ദൈവത്തിനു പോലും അനുഭവവേദ്യമല്ല. എന്താ കാര്യം? അനുഭവതലത്തിലേക്ക് എത്തുമ്പോൾ എന്താണ്? പൂർണ്ണത എന്ന ആ ബ്രഹ്മത്തെ അറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. എന്നാൽ പൂർണ്ണത എത്തിയാലോ? പൂർണ്ണത അറിയാൻ ഒരാളും ഇല്ലതാനും. ബ്രഹ്മത്തിനു പോലും താൻ പൂർണ്ണനാണെങ്കിലും താൻ പൂർണ്ണനാണെന്നോ പൂർണ്ണനല്ലെന്നോ ഉണ്ടെന്നോ ഇല്ലെന്നോ പോലും അറിയാൻ പറ്റുകയില്ല. എന്താ അറിയാം? അറിയണം എന്നുണ്ടെങ്കിൽ ത്രിപുടി ഉണ്ടാകണം.
അറിയാനുള്ളൊരവസ്ഥ, അറിയപ്പെടാനുള്ള വേറൊരവസ്ഥ, ഇത് തമ്മിലുള്ള ആ ബന്ധമായിട്ടുള്ള അറിവ് എന്ന് മൂന്നാമത്തെ ഒരവസ്ഥ. ഇങ്ങനെ മൂന്നവസ്ഥയുണ്ടായാല് അറിവ് എന്ന ഒരു കാര്യം അറിയുന്നയാളിലേക്ക് അറിയപ്പെടേണ്ട വസ്തുവിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഉണ്ടാകണമെങ്കിൽ എന്താണ്? ഒന്ന് എന്നുള്ള അവസ്ഥയ്ക്ക് മൂന്ന് എന്ന ഒരു ഭാവന ആട്രിബ്യൂട്ട് ചെയ്യണം. ഇപ്പൊ അറിവ് എന്തെങ്കിലും ഉണ്ടായാൽ ഉള്ളതാണോ അറിയുന്നത്? അല്ല, പിരിഞ്ഞു കഴിഞ്ഞതിന്റെ ഒരു ഭാഗം എടുത്താലേ അറിവാകുള്ളൂ. പിരിഞ്ഞു കഴിയുക എന്ന് പറഞ്ഞാൽ പിരിയുന്നതിനുള്ള കുഴപ്പമൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മൾ ഇപ്പോഴത്തെ ഇന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ തുടങ്ങി വയ്ക്കുന്ന സബ്ജക്റ്റിന്റെ പ്രാധാന്യം കൊണ്ടാണ് പഴയതെല്ലാം കൊണ്ട് രത്നചുരുക്കമായിട്ട് പെട്ടെന്ന് പറയുന്നത്. ആ പ്രാധാന്യം കൊണ്ടൊന്ന് ഓടിച്ച് പറയാതെ ഇത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുകയില്ല, അല്ല മനസ്സിലാക്കാൻ പറ്റുകയില്ല. എന്താണ്? ബ്രഹ്മം ഏകാവസ്ഥയാണ്, മറ്റേത് ആട്രിബ്യൂഷൻ എല്ലാം അതിനെതിരാണ്. ഒന്നിന്റെ എതിര് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകാവസ്ഥയുടെ എതിര് എന്ന് പറഞ്ഞാൽ എന്താണ്? കേവലത്വത്തിന്റെ എതിര് അവസ്ഥ എന്താണ്? ബാഹുല്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം ഒന്നാണെങ്കിൽ അതിന്റെ എതിരെന്ന് പറയുമ്പോൾ അനന്തമായിട്ട് പിരിഞ്ഞൊരു അവസ്ഥയാണെന്നർത്ഥം. അപ്പോൾ ബ്രഹ്മത്തിൽ എന്തെങ്കിലും നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ ബ്രഹ്മത്തെ ഒന്ന് എന്നുള്ളതിനെ അനന്തമെന്ന് കാണേണ്ടി വരും. അപ്പോൾ ബ്രഹ്മം പൂർണ്ണമായിട്ടുള്ള ഒന്നാണ്, പക്ഷെ അതിന് ഇല്ലായ്മയാണ് ഫലത്തിൽ അതിന്റെ അവസ്ഥ. എന്താ കാര്യം? നമ്മൾ അങ്ങനെയാണ് പഠിച്ചു വച്ചിരിക്കുന്നത്. പ്ലസ് ഒരു കാര്യത്തെ രണ്ടായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഒന്ന് മൈനസും ഒന്ന് പ്ലസും ആകും. പക്ഷെ അപ്പോൾ പൂർണ്ണമായിട്ട് മൈനസ് എന്നുള്ളത് നമ്മളുടെ രണ്ട് പ്രപഞ്ചമായിട്ടേ പിരിയാൻ പറ്റുള്ളൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞാണ്. അതൊക്കെ ഇനി ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന ഇന്നത്തെ തുടങ്ങാനേ പോലും പറ്റുകയില്ല, അത്ര സമയം കിട്ടുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഇന്ന് ക്രോഡീകരിച്ചൊരു ചെറിയ നട്ഷല്ല് പോലെ ഇങ്ങനെ എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ പറയുകയാണ്. അപ്പൊ ഇങ്ങനെ ഒന്ന് എന്നുള്ളത് അനന്തമായിട്ട് പിരിയുമ്പോൾ ആ പിരിഞ്ഞതിന് അനന്തം എന്നുള്ള അവസ്ഥ, ശൂന്യം എന്നുള്ള ആ എന്താണ് അനുഭവം എന്ന് പറഞ്ഞാൽ അതിന് തന്നെ അറിഞ്ഞുകൂടാ ഞാൻ നിലനിൽക്കുന്നുണ്ടെന്ന്. എന്താ കാര്യം? ത്രിപുടി ഇല്ലാത്തത് കൊണ്ട്. ത്രിപുടി വരുമ്പോൾ എന്താണ് സംഭവിക്കുക? രണ്ട് അനന്ത പ്രപഞ്ചങ്ങൾ ഉണ്ടാകേണ്ടി വരും. എന്താണ് അനന്തം എന്ന് പറഞ്ഞാൽ അവിടെ എണ്ണം കൊണ്ട് അനന്തമാണ്. ബ്രഹ്മത്തിന്റെ അനന്തത എങ്ങനെയായിരുന്നു? ഏകത്വം വൈശാല്യം കൊണ്ട് അനന്തമായത് ഇവിടെ പ്രപഞ്ചമായപ്പോൾ എണ്ണം കൊണ്ട് അനന്തമായി. അനുഭവം എന്താണ്? ശൂന്യം. ഇപ്പൊ ശൂന്യഗണങ്ങൾ, അനന്ത ശൂന്യഗണങ്ങൾ, അതെങ്ങനെ എത്രണ്ണം? രണ്ട് പ്രപഞ്ചം ഉണ്ടാവും. ഒന്ന് പ്ലസ് പ്രപഞ്ചം, ഒന്ന് മൈനസ് പ്രപഞ്ചം, ഒന്ന് കണക്ക് കൂട്ടാം. പക്ഷെ ഈ മൈനസ് എന്നുള്ളതും പ്ലസ് എന്നുള്ളതും തമ്മിൽ ഇന്ററാക്ഷൻ ഇല്ലാത്ത മൈനസും പ്ലസും ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ മൈനസും പ്ലസുമായിട്ട് പിരിഞ്ഞത് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് പറ്റും? ഇവർക്ക് ഇന്ററാക്ഷൻസ് സാധ്യമല്ല. അതുകൊണ്ട് പകുതിയാണ് വാസ്തവത്തിൽ അനുഭവം എന്ന് വെച്ചാൽ അനന്ത കണങ്ങളായത് കാരണം അനുഭവമായി മാറി. എന്ന് പറഞ്ഞാൽ എല്ലാം ഒരേ സമയം അറിയാനുള്ള കഴിവ് നഷ്ടപ്പെട്ട് ഒന്നൊന്നായിട്ട് എണ്ണാനേ പറ്റുള്ളൂ. 1, 2, 3 എന്ന് എണ്ണേണ്ടി വരും. അപ്പോൾ അനന്തതയിൽ ഒന്നിലാണ് അനുഭവി ഇരിക്കുന്നത്. അനുഭവിയായിട്ട് മാറുമ്പോൾ അനന്ത വിശാലമായിരുന്ന സാധനം ശൂന്യസമം എന്താണ്? ലഘുവായിപ്പോയി എന്നർത്ഥം. അപ്പോൾ എല്ലാം അറിഞ്ഞിരുന്ന ആ ബ്രഹ്മം അതെന്താണ്? വാസ്തവത്തിൽ അതിന് ഒന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ് ഫലം ഉണ്ടാകുക. എന്ന് പറഞ്ഞാൽ വേറൊന്നില്ല അറിയപ്പെടാൻ. അതുകൊണ്ട് തന്നെ അറിവില്ല എന്നുള്ള ഇതെന്താണ്? ഒരു ആട്രിബ്യൂഷൻ, പ്രപഞ്ചം എന്നുള്ളൊരു ആട്രിബ്യൂഷൻ വന്നപ്പോൾ വാസ്തവത്തിൽ രണ്ട് പ്രപഞ്ചമായിട്ടാണ് മാറിയെങ്കിലും ഈ രണ്ട് പ്രപഞ്ചത്തിലും അനന്ത ശൂന്യഗണങ്ങളാണ് ഉള്ളതെങ്കിലും അതിൽ ഒരു ഭാഗത്തുള്ള അനന്ത കണങ്ങളിൽ ഒരു കണത്തിൽ ഇരുന്നു കൊണ്ടാണ് മറ്റ് കണങ്ങളെയൊക്കെ അത്ഭുതപ്പെട്ട്
അറിയേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ അറിവ് എത്രയായിട്ടാണ് മാറിയത്? ഒട്ടും അറിവില്ലായ്മയല്ല, ഞാൻ എന്നൊരറിവുണ്ടായി. ആ ഞാൻ എന്നുള്ള അറിവ് എത്രയാണ് ഉണ്ടായത്? അനന്തഗണങ്ങളിൽ ഒന്നായിട്ട് മാറുകയാണ്. എന്ന് പറഞ്ഞാൽ ഒട്ടും അറിവ് ഉള്ളതായിട്ട് തോന്നില്ല, എന്നാൽ അറിവ് ഉണ്ട് താനും. മനസ്സിലാണ്ടോ? അതുകൊണ്ടാണ് അറിയണം എന്ന ആഗ്രഹം വന്നപ്പോൾ എത്ര എണ്ണം അറിയാനുണ്ട്? അനന്തമായിട്ട് നമ്മൾ എൻ്റെ ചുറ്റുമായിട്ട് അറിയാൻ കിടക്കുന്നു എന്നൊരു പ്രശ്നം വരും. അതുകൊണ്ട് അതിൻ്റെ ഫ്രസ്ട്രേഷൻ ഭയങ്കരമായിട്ടിരിക്കും. അറിയാൻ പാടില്ലാത്തതുങ്ങളുടെ ഒരിടയിലാണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ എത്രമാത്രം നമുക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാകും എന്ന് ചിന്തിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ വല്ല മാറ്റവും സംഭവിച്ചോ? അനന്ത വിശാലമായ ശൂന്യത എന്ന് പറയുന്നതും അനന്ത ശൂന്യഗണങ്ങളുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നതും തമ്മിൽ ഫലത്തിൽ യാതൊരു വ്യത്യാസവും വന്നില്ല. പക്ഷേ അതിൻ്റെ ആ താത്വികമായിട്ട് വലിയ വ്യത്യാസം വന്നു. എന്ന് പറഞ്ഞാൽ അനന്ത കണങ്ങൾ നമ്മളെ ചുറ്റി നമ്മളുടെ ചുറ്റും നിൽക്കുന്നു. എനിക്കിതിനെപ്പറ്റി ഒരു ധാരണയില്ലാതെ ഞാൻ എന്നൊരു ബോധം അവിടെ ഉണ്ടായി എന്നർത്ഥം. മറ്റത് ഞാനെന്ന് പോലും അറിയാൻ ഉള്ള അറിവില്ലാതെ അത്രയധികം ശൂന്യതായിരുന്നു. ഇവിടെ ഒരു ഭാവന കയറി ഞാൻ എന്നൊരവസ്ഥ ഉണ്ടായെന്നും എനിക്ക് ചുറ്റും അനന്തങ്ങളായ കണികകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അന്യമായിട്ടുള്ളത് നിൽക്കുന്നു എന്നും ഉണ്ടായപ്പോൾ അതിഭയങ്കരമായിട്ടുള്ളൊരു അസ്വസ്ഥത ഉണ്ടായി. പിന്നെ സ്വസ്ഥതയായിട്ട് മാറേണ്ടതായിട്ടുള്ളൊരവസ്ഥ വരും. അതിന് ആകർഷണം എന്നൊരു ശക്തി അവിടെ ഉണ്ടാകേണ്ടി വന്നു. അപ്പോൾ ആ ആകർഷണം എന്ന് പറഞ്ഞ ശക്തി ആണ് എന്താണ്? ആദ്യം ഈ ഭാവനയിൽ നിന്ന് ഉണ്ടായത് ആകർഷണം. അപ്പൊ നമുക്ക് ഇനി ഇത് കൂടി പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞത് നിങ്ങൾക്ക് റെഫർ ചെയ്യാനുള്ള ഒരു എപ്പിസോഡായിട്ട് ഇതിനെ കൂട്ടിയാൽ മതി. ഇതുവരെ പറഞ്ഞതിൻ്റെ എല്ലാത്തിൻ്റെയും ക്രോഡീകരണമായിട്ട് ഞാൻ പറയുമായിരുന്നു. ഇത് നല്ലോണം മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിലേക്ക് ഇത് നല്ലോണം ഓർത്തിരുന്നാൽ മാത്രമേ ഇനി പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ പ്രപഞ്ചം ശരിയായിട്ട് വർക്കൗട്ടായിട്ടുള്ളത്, ഈ ദൈവം എന്ന് പറയുന്നതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, നമ്മളുടെ പ്രവർത്തനം എന്താണ്, ദൈവത്തിൻ്റെ പ്രവർത്തനം എന്താണെന്നൊക്കെ മനസ്സിലാകണമെങ്കിൽ ഇതിനെപ്പറ്റി നിങ്ങൾ ശരിക്ക് എല്ലാം കൂടി ഒന്ന് ക്രോഡീകരിച്ചൊരു ധാരണയുണ്ടാക്കി വെച്ചാൽ മാത്രമേ നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഞാൻ അത് തുടങ്ങുന്നില്ല. ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാകേണ്ട ഇത്രയേ ഉള്ളൂ. ബ്രഹ്മം എന്ന ആ പൂർണ്ണാവസ്ഥ പിരിഞ്ഞ് അനന്ത ശൂന്യഗണങ്ങളായിട്ട് മാറിയതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിനെ വീണ്ടും ആ ഏക അവസ്ഥയിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ, ആ ശ്രമത്തിന് വേണ്ടിയിട്ട് ഉണ്ടായ ഒരു ബലമാണ് ആകർഷണം എന്നത്. അപ്പോൾ ആദ്യം ഒരു ആഗ്രഹം കൊണ്ടാണ് പിരിഞ്ഞതായിട്ട് സങ്കല്പിക്കേണ്ടി വന്നത്. എന്നുവെച്ചാൽ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് പിരിഞ്ഞതായിട്ട് സങ്കല്പിക്കേണ്ടി വന്നു. പിരിഞ്ഞതായിട്ട് സങ്കല്പിക്കേണ്ടി വന്നപ്പോൾ ഉണ്ടായ ആ ഭയ അവസ്ഥ, ദ്വൈതാത് ഭയം ഭവതി എന്നുള്ള ഇത് വെച്ചുകൊണ്ട് അതിനെ നമുക്ക് വീണ്ടും ഒന്നിലേക്ക് എത്താനുള്ള ആ ഒരവസ്ഥ കൊണ്ട് ആകർഷണം ഉണ്ടായി. മനസ്സിലുണ്ടോ? ആദ്യം സങ്കല്പത്തിൽ നിന്ന് എന്തുണ്ടായി? പിരിഞ്ഞപ്പോൾ ചേരാനുള്ള ഒരു ബലമുണ്ടായി. അതാണ് ആ കാര്യമാണ് നമുക്കിനി വിശദീകരിച്ച് അതിനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിലാകാം. ഇന്ന് ഇത് മതി. ഓം നമഃ ശിവായ.